രാധൂസമ്മയുടെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കഞ്ഞിവെള്ളം വെച്ചുള്ള ഒരു അലുവയാണ്. ഇതിൽ നമ്മൾ ശരീരത്തിന് ഹാനികരമായ കളറുകളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഹലുവ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അമ്മ കാണിച്ചു തരാം. വരൂ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഇതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് തെളി ഊറ്റിക്കളഞ്ഞ കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത്. അതിന് അമ്മ ഇവിടെ 1 ലിറ്ററോളം തെളി ഊറ്റിക്കളഞ്ഞ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഈ കഞ്ഞിവെള്ളത്തിന്റെ പാട പോകാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഏത് അരിയുടെ കഞ്ഞിവെള്ളം വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ കട്ടിയുള്ള കഞ്ഞിവെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് അമ്മ ചേരുവകൾ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അതിനായിട്ട് 6 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തോട് കളഞ്ഞ് ഒന്ന് പൊട്ടിച്ചെടുക്കണം. പിന്നെ വെളുത്ത എള്ള എടുത്തിട്ടുണ്ട്. ഇത് ഇല്ലാത്തവർക്ക് ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 10 എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് എടുക്കണം. പിന്നെ ഒരു വലിയ സൈസ് ബീട്രൂട്ടാണ് അമ്മ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് തൊലി കളഞ്ഞ് നൈസായിട്ട് റൗണ്ട് ആയിട്ടൊന്ന് അരിഞ്ഞെടുക്കണേ. പിന്നെ നമ്മൾ നെയ്യ് എടുത്തിട്ടുണ്ട്, പശു നെയ്യാണ് എടുത്തേക്കുന്നത്. നെയ്യ് ഇല്ലാത്തവർക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ചേർക്കാവുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുറച്ച് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ 250 ഗ്രാം പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഹലോ, രാധാമണിയമ്മയുടെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഞ്ഞിവെള്ളം വെച്ചുള്ള ഒരു അലുവയാണ് കാണാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ തെളി ഊറ്റിക്കളഞ്ഞ് അരിച്ചെടുത്ത കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ചേരുവകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഏലക്ക, വെള്ള എള്ള്, അണ്ടിപ്പരിപ്പ്, പശു നെയ്യ്, പഞ്ചസാര. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് കഞ്ഞിവെള്ളം ചൂടാക്കാനായിട്ട് ഒഴിക്കാം. കഞ്ഞിവെള്ളം തിളച്ചു വരുന്ന അവസരത്തിൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കളറെല്ലാം ഇളകി തുടങ്ങും. നന്നായിട്ട് കളർ ഇളകി നമ്മുടെ കഞ്ഞിവെള്ളത്തിനോട് ചേർന്ന് വരട്ടെ. ഈ സമയത്ത് നമ്മൾ ഗ്യാസിന്റെ അടുപ്പ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് കളറ് ബീട്രൂട്ടിന്റെ ഇളകണം. ഇപ്പം നമ്മുടെ കഞ്ഞിവെള്ളം പകുതി പറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ബീട്രൂട്ട് നമുക്കങ്ങ് കോരി മാറ്റാം. കളറൊക്കെ ഇറങ്ങി, കണ്ടോ, കഞ്ഞിവെള്ളത്തിന് നല്ല ചുമന്ന കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത് പറ്റിച്ചെടുക്കാം. അതുകൊണ്ട് നമ്മുടെ കഞ്ഞിവെള്ളം നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 250 ഗ്രാം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. നമ്മള് എന്നിട്ട് ഇനി 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ, ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടി. നമ്മള് പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാത്രത്തിന്റെ സൈഡ് ചേർത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണേ. അതുപോലെ അടിയും ചേർത്ത് ഇളക്കണം. ഇപ്പൊ നമുക്ക് കട്ടിയുള്ള കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ 1-2 ടീസ്പൂണ് നമുക്ക് കോൺഫ്ലവർ കുറുക്കിയിട്ട് ചേർത്ത് കൊടുത്താലും നല്ലതാണ്. കട്ടിയുള്ള കഞ്ഞിവെള്ളം ആണെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യ്, പശു നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണേ. ഒരു 1/4 കപ്പ് എന്നുണ്ട്, അതൊഴിച്ചു കൊടുത്തു. ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. ആ സമയത്ത് നമുക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ടേസ്റ്റ് നെയ്യ് തന്നെ ആയിരിക്കും. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നമ്മൾ കൈ മാറ്റാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചതാണ്. പിന്നെ എള്ളില്ലാന്ന് കരുതി വിഷമിക്കേണ്ട. ആ സ്ഥാനത്ത് വേണമെങ്കിൽ തേങ്ങാക്കൊത്തിട്ട് കൊടുത്താലും നല്ലതായിരിക്കും. ഇനി നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. രണ്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇനി നമ്മൾ ചെയ്യാന്. ഇതുപോലെ ഇളക്കി ഇളക്കി ഇരിക്കണം. വേണ്ട നമ്മുടെ എണ്ണയൊക്കെ ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. ഇത് പാത്രത്തിൽ നിന്ന് കണ്ട ഇപ്പം വിട്ട് പോകുന്ന പോലെ ഇതാണ് ഇതിന്റെ പരുവം. എന്നാലും കുറച്ചുകൂടെ നമ്മൾക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അലുവയുടെ മിക്സ് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു സ്പൂണും കൊണ്ട് നമുക്കൊന്ന് ഒരു സ്പൂണ് വെച്ച് നമ്മൾ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുവാണേ. ഇനി ഇത് ഇരുന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ, എന്നിട്ട് മുറിക്കാം നമുക്ക്. അതുകൊണ്ട് നമ്മുടെ അലുവ ആറി നല്ലതായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അത് കമത്തിയിടാം. ഇനി നമുക്കത് കമത്തിയിട്ട് നോക്കാം. ഇനി നമുക്ക് ഇത് മുറിച്ച് കാണിക്കാമേ. ഒന്ന് മുറിച്ച് നോക്കാം. ഇതിന്റെ കളറൊക്കെ കണ്ടില്ലേ? നമ്മൾ ബീട്രൂട്ടിന്റെ കളർ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് കളറും ചേർത്തിട്ടില്ല. പക്ഷെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതാകുമ്പം കുട്ടികൾക്കൊക്കെ കൊടുത്താലും നമുക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. വേണ്ട, വളരെ സോഫ്റ്റ് ആണ്. ഒന്ന് കഴിച്ചു നോക്കാം. കഴിക്കുക. എന്റെ കുഞ്ഞ് കഴിച്ചു. എങ്ങനെയുണ്ട് മോനെ? സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്യണം. അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ കാണാമേ. ബായ്.